ജനകന്റെ സദസ്സിലെ ഋഷിയായിരുന്നു യാജ്ഞവൽക്യൻ. മഹാഗൃഹസ്ഥൻ, ധാരാളം പണവും ഉണ്ടാക്കി. 2 കല്യാണം കഴിച്ചു, കാത്യായനിയും മൈത്രേയിയും. ഒടുവിൽ അദ്ദേഹം സന്യസിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആത്മവിചാരം ചെയ്ത് ആത്മാവിൽ ഉറപ്പുവന്നു, സർവം ബ്രഹ്മമയം ഉറപ്പുവന്നു. തന്റെ ചർച്ച തുടർന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ സന്യസിക്കാം. എന്തിനാ സന്യസിക്കുന്നത്? ലോകം കൂടി അറിയട്ടെ എന്റെ ബ്രഹ്മനിഷ്ഠ. ഞാൻ വെറും ഗൃഹസ്ഥനായി ഇങ്ങനെ ഇരുന്നാൽ ആളുകൾ വിചാരിക്കും ഇയാൾ ബ്രഹ്മനിഷ്ഠനല്ലെന്ന്. ലോകം അറിയട്ടെ എന്ന് വെച്ച് വിദ്വത് സന്യാസം സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഭാര്യമാർക്ക് 2 പേർക്കുമായി സ്വത്ത് മുഴുവൻ വീതിച്ചു കൊടുത്തു. എനിക്കിനി ഇത് ആവശ്യമില്ല. അപ്പൊ മൈത്രേയി ചോദിച്ചു, ഈ സ്വത്ത് കൊണ്ട് എനിക്ക് അങ്ങക്ക് കിട്ടിയ ആത്മാവിനെ കിട്ടുമോ? യാജ്ഞവൽക്യൻ പറഞ്ഞു, ഒരിക്കലും കിട്ടില്ല, ഒരിക്കലും. പിന്നെതോ ആത്മാവിനെ അന്വേഷിക്കണം, ആത്മാവിനെ കണ്ടെത്തണം. അതിന് സ്വത്ത് ഉപകാരപ്പെടില്ല, പണം ഉപകാരപ്പെടില്ല. അവിടെ യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയുന്നു, അല്ലോ മൈത്രേയി, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന്റെ സുഖത്തിനു വേണ്ടിയല്ല. ഭാര്യ തന്റെ ആത്മസുഖത്തിനു വേണ്ടി ഭർത്താവിനെ സ്നേഹിക്കുന്നു. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയുടെ ആത്മസുഖത്തിനു വേണ്ടിയല്ല, ഭർത്താവിന്റെ ആത്മസുഖത്തിനു വേണ്ടിയാണ്. ഇതെങ്ങനെ അറിയാം? തനിക്ക് ആത്മസുഖം തരുന്നില്ലെന്ന് വന്നാൽ ഏത് ഭാര്യയും പുറന്തള്ളപ്പെടും എന്ന് മാത്രമല്ല, ശത്രുവായി ഗണിക്കപ്പെടുകയും ചെയ്യും. ഇത് തന്നെയാണ് ഭർത്താവിന്റെയും സ്ഥിതി. തനിക്ക് ആത്മസുഖം തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഏത് ഭാര്യയും ഭർത്താവിനെ ഉപേക്ഷിക്കും, ഭർത്താവിനെ ശത്രുവായി കരുതും. ഭാര്യയും ഭർത്താവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ പോലും വഴിക്കില്ല. എന്താ കാര്യം? എന്റെ സുഖത്തിനവൾ തടസ്സമായി നിൽക്കുന്നു. അവൾ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഭർത്താവിന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടി. ഇങ്ങനെ ഏത് സ്നേഹവും ആലോചിച്ച് നോക്കുക. പ്രിയ വസ്തു ആത്മാവാണ്. അവനവന്റെ ആത്മാവ് എന്താ? ആത്മാവ് സുഖസ്വരൂപമാണ്. സുഖമാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. അച്ഛൻ മക്കളെ സ്നേഹിക്കുന്നത് മക്കൾക്ക് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയാണ്.